നമസ്കാരം. ഈ പറയുന്ന 5 കാര്യങ്ങൾ നാം ഏവരും നിത്യം അനുഷ്ഠിച്ചു പോരുകയാണെങ്കിൽ പ്രശ്നപരിഹാരങ്ങൾക്കോ ഇല്ലെങ്കിൽ അപ്പോഴപ്പോഴായിട്ട് ഒരു ജ്യോതിഷിയെ കണ്ട് ജാതകം നോക്കിപ്പിക്കുക, പ്രശ്നം വെക്കുക, ഇതെല്ലാം നന്നേ കുറഞ്ഞ് ഇല്ലാതാകും. എപ്രകാരമാണോ ആരോഗ്യം നാം സംരക്ഷിക്കുന്നത്, നല്ല ശീലങ്ങളിലൂടെ ഒരു യോഗ, ഒരു എക്സസൈസ്, നല്ല ആഹാരം, നല്ല ഭക്ഷണക്രമം, നല്ല ഉറക്കം, നല്ല ശീലങ്ങളിലൂടെ നാം നല്ല ആരോഗ്യത്തെ സമ്പാദിക്കുന്നത്, നല്ല ആരോഗ്യവാനായ ഒരാൾക്ക് ഡോക്ടറെ കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ജ്യോതിഷിയുടെ സേവനം ആവശ്യമാണ് ഒരു മുഹൂർത്ത വിഷയത്തിനായിക്കൊണ്ട്. കാരണം മുഹൂർത്തം തന്നെയാണ് തസ്മാദിതം കാലവിധാന ശാസ്ത്രം യോ ജ്യോതിഷം വേദയജ്ഞാൻ എന്ന് പറയുന്നു. അപ്പൊ കാലവിധാന ശാസ്ത്രമായ ജ്യോതിഷം മനസ്സിലാക്കണം. അതിന് മുഹൂർത്തം അറിയുവാനായിട്ട് ഒരു ജ്യോതിഷിയുടെ സേവനം ആവശ്യമാണ്. ഇവിടെ ഉദ്ദേശിച്ചത് ജാതകം നോക്കുക, പ്രശ്നം വെക്കുക എന്നുള്ളതാണ്. ദോഷപരിഹാരങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ 5 കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതെവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? പഞ്ചമഹായജ്ഞങ്ങളാണ്. യജുർവേദത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, തൈത്തിരീയ ആരണ്യകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആദ്യമായി ദേവയജ്ഞം ഏവർക്കും അറിയാം. പേര് പോലെ തന്നെ ശ്ലോകങ്ങൾ, നാമജപങ്ങൾ ശീലമാക്കുക. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ദേവയജ്ഞത്തിൽ ഉൾപ്പെടുന്നത് സംസ്കാരാദികളെല്ലാം തന്നെ ഉൾപ്പെടും. ഹോമം കഴിക്കുക, അഗ്നിഹോത്രാദികൾ നടത്തുക, ശ്ലോകങ്ങൾ ജപിക്കുക, വേദം പഠിക്കുക, സൂക്തങ്ങൾ ജപിക്കുക, പാരായണങ്ങൾ ചെയ്യുക, ഇതെല്ലാം തന്നെ ദേവയജ്ഞത്തിൽപ്പെടും. ഭാഗവതം, ഇതെല്ലാം ഭാഗവത ശ്ലോകങ്ങൾ, ഭഗവത്ഗീത മുതലായവ എല്ലാം തന്നെ ദേവയജ്ഞത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഒരു പുഷ്പാഞ്ജലി പോലും ദേവയജ്ഞത്തിൽ ഉൾപ്പെടും. എങ്ങനെ നമുക്ക് നിത്യം അത് ചെയ്യാം? വീടുകളിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുക. ഒരു 10 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായിട്ട് നാം മാറ്റിവെക്കുന്നു. വീടുകളിൽ ഇതെങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം എന്നുള്ളത് ചിന്തിക്കാം. സാധാരണക്കാർക്ക് 2 നേരം നാം വിളക്ക് തെളിയിക്കുന്നു, രാവിലെയും വൈകിട്ടും. ഒരു 10 മിനിറ്റ് ഇരുന്ന് അവരവർക്ക് ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങൾ, സഹസ്രനാമങ്ങൾ പാരായണം ചെയ്യുക. ദേവയജ്ഞം തീർന്നു. സാധിക്കുന്ന പക്ഷം കുറച്ച് ഉപാസന മന്ത്രങ്ങളൊക്കെ ശീലിക്കുക. ഇതെല്ലാം ദേവയജ്ഞത്തിൽ ഉൾപ്പെടും. 1 രൂപ ചെലവില്ല. അപ്പൊ ദേവയജ്ഞത്തിന് നമുക്ക് 10 മിനിറ്റ് മതി ഒരു ദിവസം. നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. രണ്ടാമത്തതായിട്ട് പിതൃയജ്ഞസ്തു തർപ്പണം എന്ന് പറയുന്നുണ്ട്. തർപ്പണാദികൾ ചെയ്യുക, പിതൃക്കൾക്കുള്ള സേവനം. എങ്ങനെ എന്ന് നമുക്ക് ചിന്തിക്കാം. പിതൃക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഉടനെ തന്നെ മരിച്ചുപോയ ആൾക്കാരിലേക്കാണ്. പിതൃ ശബ്ദത്തിന് ആക്ച്വലി ഒരുപാട് മീനിങ് ഉണ്ട്. അതിൽ 1-2 പിതൃക്കൾ. പിതൃ എന്ന് പറഞ്ഞാൽ മാതാച പിതാച ഇതി പിതരൗ എന്ന് പറയുന്നുണ്ട്. അച്ഛനും അമ്മയും പിതൃ എന്ന ശബ്ദം കൊണ്ട് ഗ്രഹിക്കണം എന്ന് പറയുന്നുണ്ട് ശാസ്ത്രം. അതുപോലെ തന്നെ മർത്യാഹ പിതരഹ എന്ന് മറ്റൊരു ഭാഗത്തും ശാസ്ത്രം പറയുന്നുണ്ട്. മനുഷ്യന്മാരെല്ലാം തന്നെ പിതൃക്കളാണ്. അപ്പൊ അങ്ങനെ സമഗ്രമായിട്ട് ചിന്തിക്കുമ്പോൾ ഇവരെല്ലാം അതിൽ ഉൾപ്പെടും. ഒന്നുകൂടി, അതായത് നമ്മളെ രക്ഷിച്ച് നമുക്ക് ശിക്ഷണം, വിദ്യ മുതലായവ നൽകി, അന്നപാനാദികൾ നൽകി നമ്മളെ സംരക്ഷിക്കുന്നവർ പിതൃ എന്ന ശബ്ദം കൊണ്ട്, ഗുരുക്കന്മാരെല്ലാം പിതൃ എന്ന ശബ്ദം കൊണ്ട് ഗ്രഹിക്കണമെന്ന് പറയും. അങ്ങനെ ഇതെല്ലാം പിതൃ ശബ്ദത്തിൽ ഉൾപ്പെടും. അപ്പൊ നമുക്ക് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ള പിതൃ എന്ന ശബ്ദത്തിന് നമ്മളുടെ ഏവർക്കും അറിയാവുന്ന പിതൃക്കൾ എന്ന് തന്നെയാണ്. ഇവിടെ പിതൃയജ്ഞസ്തു തർപ്പണം എന്നുള്ള ഒരു പദത്തെ നമുക്ക് സ്വീകരിക്കാം. അമാവാസി മുതലായ കർത്തവാവ് ദിവസങ്ങളിൽ നടത്തുന്ന തർപ്പണാദികൾ, അതുപോലെ തന്നെ വാർഷികമായിട്ട് ചെയ്യുന്ന ശ്രാദ്ധാദി, ബലി മുതലായവ, അതായത് വാർഷികമായിട്ട് നാം ചെയ്യുന്നത്, ഇതെല്ലാം പിതൃയജ്ഞത്തിൽ ഉൾപ്പെടും. അതോടൊപ്പം തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള പിതൃ എന്ന ശബ്ദത്തിന് നാം ചിന്തിച്ച വിഷയങ്ങളെല്ലാം തന്നെ വയസ്സായവരെ, വൃദ്ധന്മാരെയൊക്കെ നമുക്ക് സേവിക്കുന്നതും ഈ യജ്ഞത്തിൽ തന്നെ ഉൾപ്പെടും എന്ന് വീണ്ടും ചിന്തിക്കുക. ഇത് എന്നും നമുക്ക് സാധിക്കുന്ന രീതിയിൽ ചെയ്തു പോരുക. അടുത്തതായി ഭൂതയജ്ഞം പക്ഷിമൃഗാദികൾ, വൃക്ഷലതാദികൾ ഇവയെ പരിപാലിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ടതില്ല. ഈ ഇന്നത്തെ ജനറേഷൻ വളരെയധികം സത്പ്രവർത്തികൾ ചെയ്തു പോരുന്നുണ്ട്. എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും ചെയ്തു പോരുന്നുണ്ട്. പക്ഷിമൃഗാദികൾ അവരെ സംരക്ഷിക്കുക, പരിപാലിക്കുക. ഭൂതയജ്ഞം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് മനുഷ്യയജ്ഞം. 4-മത്തതായി മനുഷ്യയജ്ഞം.
മനുഷ്യയജ്ഞം ഇവിടെ ഉദ്ദേശിച്ചത് പേര് പോലെ തന്നെയാണ് സഹജീവികളോടുള്ള നമ്മുടെ പെരുമാറ്റം. അത് അതിഥിയജ്ഞം എന്നും വിളിക്കുന്നുണ്ട്. വീട്ടിൽ വരുന്ന അതിഥിയെ നല്ലവണ്ണം ആ, ആ, പരിചരിക്കുക, അവർക്ക് വേണ്ടതിനെ കൊടുക്കുക എന്നുള്ള ഇത്യാദികളായിട്ടുള്ള അതിഥി, തിഥി നോക്കാതെ വീട്ടിൽ വരുന്ന ആൾ. അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യുക. ഇതെല്ലാം ഭാരതീയ സംസ്കാരത്തിന്റെ വേരുകളാണ്. ഇത് ഏവരും ചെയ്തു പോന്നിരുന്നു. ഇന്നുണ്ടോ എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യയജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അയൽക്കാരെയും സ്നേഹിക്കണം, ഇല്ലെങ്കിൽ നാം കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും സേവനം ചെയ്യുക, സഹായിക്കുക എന്നുള്ള ഒരു വിഷയമാണ്. അഞ്ചാമത്തതായി ബ്രഹ്മയജ്ഞം. ഇവിടെ ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം വേദം പഠിക്കുക, പഠിച്ചതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇൻഫർമേഷൻ. അപ്പോൾ നിത്യം നാം വേദ അഭ്യാസം, വേദം എന്ന് പറയുന്നത് ഇവിടെ വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കണം. അത് നാം ശ്ലോകരൂപേണ അല്ലെങ്കിൽ സൂക്തരൂപേണ മനസ്സിലാക്കി മുന്നോട്ട് പോവുക, അത് ജീവിതത്തിലേക്ക് പകർത്തുക. വീക്ഷണമാണ് ജീവിതം എന്ന് പറയുന്നത് തന്നെ. ഈ ലോകം തന്നെ നാം എങ്ങനെയാണ് കാണുന്നത്? ലോക്യത്തെ അനുഭൂയത്തെ ലോകഹ ലോക്യത്തെ അനുഭൂയത്തെ. നാം എങ്ങനെയാണോ കാണുന്നത് അതാണ് നമ്മുടെ ലോകം. എങ്ങനെ ഒരാളെ നാം വീക്ഷിക്കുന്നു, ആ വീക്ഷണത്തിനനുസരിച്ചിട്ടായിരിക്കും നാം പെരുമാറുന്നത്. ഒന്ന് ഏവരും ചിന്തിക്കുക. നാം ഒരാളെ വീക്ഷിക്കുകയാണ്, വീക്ഷണത്തിനനുസരിച്ച് ഭാവം വരുന്നു. നിർവികാരാത്മകേ ചിത്തെ ഭാവ പ്രഥമ വിക്രിയ എന്ന് പറയുന്നു. ചിത്തം നിർവികാരമാണ്. ആ ചിത്തത്തിലേക്ക് സ്ഫുരണം ആദ്യം ഉണ്ടാകുന്നത് ഭാവമാണ്. അപ്പൊ ആ ഭാവം വരികയാണ്. നിർവികാരാത്മകേ ചിത്തെ ഭാവ പ്രഥമ വിക്രിയ. ഭാവം വന്നതിന് ശേഷമാണ് നാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലോക്യത്തെ അനുഭൂയത്തെ, നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെ നാം ഈ വേദം പഠിപ്പിക്കുന്നു, ഈ ഇൻഫർമേഷൻ, നോളജ്, ട്രഷർ നിലനിർത്തി പോരുക എന്നുള്ളൊരു സന്ദേശം കൂടിയുണ്ട്. ഈ പഞ്ചമഹായജ്ഞങ്ങൾ നിത്യവും ചെയ്തുകൊണ്ടാൽ പതുക്കെ പതുക്കെ നമ്മുടെ ദോഷങ്ങളെല്ലാം ഇല്ലാതായി തീരും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നമസ്കാരം.